ലോകത്തെ വിറപ്പിച്ച അസാസിനേഷനുകൾ മഹാനായ അലക്സാണ്ടറും ജൂലിയസ് സീസറും എബ്രഹാം ലിങ്കണും മുതൽ മഹാത്മാഗാന്ധിയും മുജീബുർ റഹ്മാനും ഇന്ദിരയും രാജീവും വരെ സാമ്രാജ്യങ്ങളെയും ജനാധിപത്യങ്ങളെയും കിടുകിടാ വിറപ്പിച്ച കൊലപാതകങ്ങൾ. Mrs. Gandhi is assassinated. Her son takes over. ട്രംപിന്റെ വലത്തേ ചെവിയിൽ ഉരഞ്ഞുപോയ പോലെയുള്ള അസാസിനേഷൻ അറ്റംപ്റ്റുകളല്ല, തല തുളച്ച് തലച്ചോറ് ചിതറിച്ച നെഞ്ചും വാരിയിലും തകർത്ത കൊടിയ നരഹത്യകൾ. ഗ്രീക്ക് മുതൽ വടക്കു പടിഞ്ഞാറെ ഇന്ത്യക്കടുത്തുവരെ കീഴടക്കിയ മഹാനായ അലക്സാണ്ടറിന് 323 BC വിഷം കൊടുത്തതൊന്നും ആയിരിക്കില്ല ആദ്യത്തെ പൊളിറ്റിക്കൽ അസാസിനേഷൻ. അതിനു മുൻപ് സാമ്രാജ്യങ്ങളെ തകർത്ത അസാസിനേഷനുകൾ ഉണ്ടായിട്ടുണ്ടാകും. ഒന്നിനും ചെവി കൊടുക്കാതെ റോമൻ സാമ്രാജ്യത്തിന്റെ ഏകാധിപതിയായിരുന്ന ജൂലിയസ് സീസർ സെനറ്റിനെ പോലും മറികടക്കുന്ന ഘട്ടത്തിലാണ് സീസറിനെതിരെ ഗൂഢാലോചന നടക്കുന്നതും 44 BC 23 കുത്തുകൾ കുത്തി കൊലപ്പെടുത്തുന്നതും. തുടർന്ന് റോം കാണുന്നത് രൂക്ഷമായ സിവിൽ വാറാണ്. സെല്യൂക്കസും ജസ്റ്റീനിയനും കോൺസ്റ്റാന്റിനും തോമസ് ബക്കറ്റും ഒക്കെ പിന്നീടും കൊല ചെയ്യപ്പെടുന്നുണ്ട്. 1865 അമേരിക്കൻ രാഷ്ട്രീയത്തെയും ചരിത്രത്തെയും ഞെട്ടിച്ചുകൊണ്ട് എബ്രഹാം ലിങ്കണെ വെടിവെച്ച് കൊല്ലുന്നത്. അവർ അമേരിക്കൻ കസിൻ എന്ന പ്രത്യേക പരിപാടി കണ്ടുകൊണ്ടിരുന്ന പ്രസിഡന്റിന്റെ അടുത്തേക്ക് പിസ്റ്റലുമായി ജോൺ എന്നയാൾ കടന്നു വരുന്നു. ലിങ്കന്റെ തല തുളയ്ക്കാൻ പാകത്തിൽ വെടിയുതിർക്കുന്നു. ലിങ്കൺ കൊല്ലപ്പെടുന്നു. പൊടുന്നനെ ഒന്നാം ലോക മഹായുദ്ധം പൊട്ടിപ്പുറപ്പെടാൻ കാരണമാകുന്നത് 1914 ഉതിർത്ത 2 വെടിയുണ്ടകളാണ്. ഓസ്ട്രോ ഹംഗേറിയൻ കിരീടാവകാശിയായ ആർച്ച് ഡ്യൂക്ക് ഫ്രാൻസ് ഫെർഡിനൻഡിനെയും ഫെർഡിനൻഡിന്റെ ഭാര്യ സോഫിയയെയും ബോസ്നിയൻ തലസ്ഥാനമായ സെരയോവയിൽ വെച്ചാണ് വെടിവെച്ചിടുന്നത്. യൂറോപ്പിനെ ഒന്നാകെ വലിച്ചിഴച്ചുകൊണ്ട് ഒന്നാം ലോക മഹായുദ്ധം അവിടെ നിന്നാണ് കത്തിപ്പടരുന്നത്. റഷ്യയുടെ റൊമനോവ് രാജവംശത്തെയും സാർ ചക്രവർത്തിയെയും തൂത്തെറിയാൻ കാരണക്കാരനായ ഒരാളായിരുന്നു കുപ്രസിദ്ധനായ ഗ്രിഗറി റാസ്പുട്ടിൻ. 1916 റാസ്പുട്ടിനെ അസാസിനേറ്റ് ചെയ്യാൻ റഷ്യയിലെ പ്രഭുക്കന്മാരാണ് മുൻകൈയെടുക്കുന്നത്. സൈനൈഡ് നൽകി കൊലപ്പെടുത്താനുള്ള ആദ്യ ശ്രമം പരാജയപ്പെട്ട ശേഷം രണ്ടാമത് വെടിവെച്ചിടുകയായിരുന്നു. വെടി കൊണ്ടിട്ടും കുതറിയോടിയ റാസ്പുട്ടിനെ നടുത്തളത്തിലിട്ട് പോയിന്റ് ബ്ലാങ്കിൽ പിന്നെയും വെടിവെക്കുന്നു. ശരീരം തല്ലി ചതച്ച് ഒടുക്കം രേവ റിവറിലേക്ക് എടുത്തെറിയുകയാണ് ചെയ്തത്. ഇറ്റാലിയൻ ഫാസിസ്റ്റും ഡിക്റ്റേറ്ററുമായിരുന്ന ബെനിറ്റോ മുസോളിനിയെ 1945 രക്ഷപ്പെടുമ്പോഴാണ് കൊല ചെയ്യുന്നത്. ട്രക്കിലിട്ട് ഗാർബേജ് പോലെയാണ് മുസോളിനിയുടെ ശരീരം മിലാനിലെ പൊതുചത്തിരത്തിൽ ഡംപ് ചെയ്യുന്നത്. ഫാസിസം അവസാനിച്ചു എന്നറിയിക്കാൻ മുസോളിനിയുടെ ശരീരം തുപ്പുകയും ചവിട്ടുകയും ചെയ്യുന്നു. ഒടുക്കം തലകീഴായി കെട്ടിത്തൂക്കുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ 1948 അസാസിനേറ്റ് ചെയ്യുന്നത്. മുസ്ലിങ്ങളോട് ഗാന്ധിക്കുള്ള സമീപനത്തിൽ കലിപൂണ്ട ഹിന്ദുത്വ ഗൂഢാലോചനയായിരുന്നു ഗാന്ധി വധത്തിലെത്തിയത്. ഹിന്ദു വർഗീയവാദിയായ ഗോഡ്സെ ബിർള ഹൗസിന്റെ കോമ്പൗണ്ടിലിട്ടാണ് ഗാന്ധിയെ വധിക്കുന്നത്. മേജർ സെയ്ദ് ഫറൂഖ് റഹ്മാന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘമാണ് മുജീബുർ റഹ്മാനെ അസാസിനേറ്റ് ചെയ്യുന്നത്. മുജീബിന്റെ സർക്കാരിനെ അട്ടിമറിക്കുക എന്നതായിരുന്നു അവരുടെ പ്രാഥമിക ലക്ഷ്യം. 1975 ഓഗസ്റ്റിലെ ഒരു വെളുപ്പാൻ കാലത്ത് മുജീബിന്റെ വീട്ടിലേക്ക് ഒരു സംഘം കടന്നു കയറുന്നു. ഉറക്കത്തിലായിരുന്ന മുജീബിനെ കൊലപ്പെടുത്തുന്നു. മുജീബിന്റെ ഭാര്യ ഷെയ്ഖ് ഫസീലത്തുൻ നിസ, മക്കൾ ഷെയ്ഖ് കമാൽ, ഷെയ്ഖ് ജമാൽ, 10 വയസ്സുള്ള ഷെയ്ഖ് റസൽ, മരുമക്കളായ സുൽത്താന കമാൽ, റോസി ജമാൽ ഉൾപ്പെടെ എല്ലാവരെയും കൊലപ്പെടുത്തുന്നു. വിദേശത്തായതുകൊണ്ട് മാത്രം മക്കളായ ഷെയ്ഖ് ഹസീനയും ഷെയ്ഖ് രഹാനെയും രക്ഷപ്പെടുന്നു. ഇതേ ഷെയ്ഖ് ഹസീനയാണ് ഇപ്പോഴത്തെ ബംഗ്ലാദേശ് പ്രധാനമന്ത്രി. ഇന്ത്യയുടെ അവസാന വൈസ്രോയി ആയിരുന്ന ലൂയി മൗണ്ട് ബാറ്റനെ 1979 കൊലപ്പെടുത്തുന്നത്. ബ്രിട്ടന്റെ അധീനതയിൽ നിന്നും നോർത്തേൺ അയർലൻഡിനെ മോചിപ്പിക്കുന്നതിനുള്ള ഐറിഷ് റിപ്പബ്ലിക്കൻ ആർമിയുടെ നടപടിയിലൊന്നായിരുന്നു മൗണ്ട് ബാറ്റന്റെ കൊലപാതകം. അവധി ആഘോഷിക്കാനെത്തിയ മൗണ്ട് ബാറ്റന്റെ ബോട്ടിൽ അയാളെ ബോംബ് വെച്ച് കൊലപ്പെടുത്തുകയായിരുന്നു. അമേരിക്കൻ സിവിൽ റൈറ്റ്സ് മുന്നേറ്റത്തിന്റെ നേതാവായ മാർട്ടിൻ ലൂതർ കിങ്ങിനെ വർണ്ണവെറിയനായ ജെയിംസ് ഏൾ എന്നയാൾ മെംഫിസിൽ വെച്ചാണ് അസാസിനേറ്റ് ചെയ്യുന്നത്. ബുള്ളറ്റ് മാർട്ടിൻ ലൂതറിന്റെ താടി എല്ലുകൾ തുളച്ച് സ്പൈനിലേക്ക് എത്തുകയുണ്ടായി, ഒടുക്കം മരണത്തിലേക്കും. അമേരിക്കയുടെ പ്രസിഡന്റായ കെന്നഡിയെ ടെക്സസിലെ ഡള്ളസിലൂടെയുള്ള യാത്രക്കിടയിലാണ് 1963 ലീ ഹാർവേ വെടിവെച്ച് കൊല്ലുന്നത്. അദ്ദേഹം ഒരു ക്യാമ്പയിൻ ടൂറിലായിരുന്നു. പ്രസിഡന്റിന്റെ മോട്ടോർ ക്യാഡ് ഡീലെ പ്ലാസയിലെത്തിയപ്പോൾ 2 ബുള്ളറ്റുകൾ അദ്ദേഹത്തിന്റെ തല തകർക്കുകയുണ്ടായി. കെന്നഡിയുടെ തെറിച്ചു പോകുന്ന തലയോട് പിടിക്കാൻ പരിഭ്രാന്തിയോടെ ഭാര്യയായ ജാക്വലിൻ കെന്നഡി കാറിന്റെ മുകളിലേക്ക് അലമുറയിട്ട് കയറുന്ന രംഗം പോലും രേഖപ്പെടുത്തുന്നുണ്ട്. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് പകരം വീട്ടാൻ സ്വന്തം അംഗരക്ഷകരാണ് 1984 ഇന്ദിരാഗാന്ധിയെ വീട്ടുവളപ്പിലിട്ട് വെടിവെച്ച് കൊല്ലുന്നത്. 33 ബുള്ളറ്റുകളാണ് ഇന്ദിരയ്ക്ക് നേരെ ഉതിർക്കുന്നത്. 1994 LTTE സൂയിസൈഡ് ബോംബർ മൂലം ഇന്ദിരയുടെ മകൻ രാജീവും അസാസിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഇന്ത്യൻ രാഷ്ട്രീയ സാമൂഹിക ചരിത്രത്തെ ഇവയൊക്കെ അട്ടിമറിക്കുകയാണ്. ട്രംപിന്റെ ചെവിയിലേറ്റ മുറിവ് വെറും മുറിവാകില്ല. അമേരിക്കൻ രാഷ്ട്രീയത്തെ അത് സ്വാധീനിച്ചു കഴിഞ്ഞു. വരാൻ പോകുന്ന പ്രസിഡൻഷ്യൽ ഇലക്ഷൻ അത് അട്ടിമറിക്കാൻ പോവുകയാണ്. ലോക ചരിത്രത്തെ ഓരോ അസാസിനേഷനും
ഇങ്ങനെയൊക്കെ തന്നെയാണ് വഴിതിരിച്ചു വിട്ടത്. സാമ്രാജ്യങ്ങളും രാജവാഴ്ചകളും ജനാധിപത്യങ്ങളും മാറി മറിഞ്ഞത് ഇങ്ങനെയൊക്കെ തന്നെയാണ്.